കോടതി ഇതിനകത്ത് ഒരു കേസിൽ ഒരു വിധിയിൽ പറയുന്നുണ്ട്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, രണ്ട് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് കോടതി വന്നു, 2013 2003 എന്നൊക്കെ വന്നത്. കോടതി പറഞ്ഞു there is only one constitution, that is 2003. അങ്ങനെയാണല്ലോ, അതിന്മേൽ വരുത്തുന്ന ഭേദഗതിയല്ലേ ഈ 13 ഭരണഘടന എന്ന് പറയുന്നത്. ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ 2003 ആണ്. But all the amendments made to that constitution on September 13th of 2013 will prevail. അല്ല, എങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ 2003 ആണ്? നിങ്ങൾക്ക് 1959 കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിലും കോർട്ടിൽ അന്ന് പറഞ്ഞത് 2003 കോൺസ്റ്റിറ്റ്യൂഷൻ 2013 കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് കോർട്ടിൽ ആർഗ്യുമെന്റ് വന്നത്. അതായത് 3 കോൺസ്റ്റിറ്റ്യൂഷനും വരുത്തിയ ഭേദഗതികൾ 2013 പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോഴാണ് ജഡ്ജി പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നേ ഉള്ളൂ, അത് 2003 ആണ്. But all the amendments made to that constitution on September 13th of 24th of 2013 will prevail. Should not unsettle എന്ന് പറയുന്നുണ്ട് അതിനകത്ത്. പക്ഷേ അവിടെയാണ് ഞാൻ പറയുന്നതിലും ബുദ്ധിമുട്ട് തോന്നുന്നത്, ഇവരൊരു കള്ളക്കളി കളിച്ചത്. അതായത് ഒരു കൽപ്പന, മെത്രാപ്പൊലീത്തായുടെ ഒരു കൽപ്പന വന്നു, കോടതിയിൽ നിന്ന് നമുക്ക് ഉപദേശം കിട്ടിയിട്ടുണ്ട് 2003 കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, അതുകൊണ്ട് ഇനി 2003 കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമേ കാര്യങ്ങൾ പോവുകയുള്ളൂ എന്ന് കൽപ്പന ഇറക്കി. പക്ഷേ കോടതി പറഞ്ഞ രണ്ടാമത്തെ ഭാഗം അദ്ദേഹം ഐഡി ചെയ്തു. ഞാൻ പറഞ്ഞു മനസ്സിലായോ? 2013 അമെന്റ്മെന്റ് നിലനിൽക്കുമെന്ന് പറഞ്ഞ ആ ഭാഗം അങ്ങ് വിട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, കോടതി പറഞ്ഞു എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെയാണ് ഇപ്പൊ സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ആളുകളുടെ കണ്ണിൽ പൊടിയിടുക. നമുക്ക് സമുദായത്തിൽ സമാധാനം വേണം, സമാധാനം ഉണ്ടാകണമെങ്കിൽ അതിന് മാർഗം ആലോചിക്കണ്ടേ. ഞങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട്, ഇവിടെ സമാധാനം വേണമെങ്കിൽ ആദ്യം 4 മെത്രാച്ചന്മാർ തമ്മിലൊന്ന് ഇരിക്കട്ടെ, അവർ തമ്മിലൊന്ന് പരസ്പരം ഒന്ന് സംസാരിച്ചാൽ വലിയ മഞ്ഞൊന്ന് ഉരുകട്ടെ. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇപ്പോഴത്തെ സെക്രട്ടറിയും കമ്മിറ്റിക്കാരും ഒരു കാരണവശാലും അത് അനുവദിക്കുകയില്ല. ഞാൻ പറയുന്നതിന് എനിക്കത് മടിയൊന്നുമില്ല, അത് അവർ അനുവദിക്കുന്നില്ല. എന്നിട്ട് ചർച്ച എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നീ ഒന്ന് ആലോചിച്ച് നോക്കിയ ബ്രദറെ, ഒരു ചർച്ചയ്ക്ക് വരെ വിളിച്ചു 15 കമ്മിറ്റി മെമ്പർമാര്, 10 വൈദിക യോഗ ആളുകൾ, വൈദിക കൗൺസിൽ അംഗങ്ങൾ, ഇവരെ 3 പേരെ മേഖലാ മെത്രാപ്പൊലീത്തന്മാരെ 3 പേരെ ചർച്ചയ്ക്ക് വിളിച്ചു. അപ്പൊ അവിടെ സേവർ സിനിമേനി ഇല്ല. അപ്പം ചർച്ചയ്ക്ക് വിളിച്ചപ്പോ ഇവരെങ്ങനെ പോകും? അവിടെ നിന്ന് അവർക്കൊരു ഇൻസ്ട്രക്ഷൻ കടലാസ് കയ്യിലോട്ട് കൊടുത്തു. അവർക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനൊക്കെ ഉണ്ടെങ്കിൽ ആ നോട്ട് നേരത്തെ കൊടുക്കണ്ടേ? ഇത്രയും പേരുടെ മുമ്പിൽ 3 പേര് പ്രതിസ്ഥാനത്ത് നിന്ന് എങ്ങനെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നു? അപ്പൊ അതുകൊണ്ട് അതാണ് ഒരു ഇൻസിഡൻസ്. അങ്ങനെയാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നത് ഇവർ. എന്നിട്ട് പറയാം ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചു, ചർച്ചയ്ക്ക് വിളിച്ചു, ഇവർ വന്നില്ല. ഇപ്പോഴത്തെ വലിയ ആരോണോ ചർച്ചയ്ക്ക് വിളിക്കുന്നു, വന്നില്ല. ഞാൻ ചോദിക്കട്ടെ ബ്രദറെ, ഈ ബഹളങ്ങളെല്ലാം ഉണ്ടായപ്പോൾ സാക്കാ പ്രഥമൻ ബാവ ഞാനന്ന് ഭാരവാഹിയ അന്ന് ദമാസ്കസിൽ വിളിച്ചു. ഞങ്ങൾ പോയി അവിടെ വെച്ച് ബാവയുടെ മുന്നിൽ വെച്ച് ഒരു ധാരണയിലെത്തി. അദ്ദേഹത്തിന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നൊരു MOU ഒപ്പിട്ടു, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ആ വന്യ വയോധികനായ ആ പുണ്യപിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് ഞങ്ങൾ എല്ലാവരും ഒപ്പിട്ടു. ഇറങ്ങാൻ നേരം സേവർ സിനിമേനി അദ്ദേഹത്തോട് പറഞ്ഞു, ബാവ ഞങ്ങൾക്ക് ഇത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കണമെങ്കിൽ ഞങ്ങളുടെ അസോസിയേഷനിൽ വെച്ച് ഇതൊന്ന് പാസ്സാക്കണം, ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. യു ഡു ഇറ്റ്, യു പ്രൊസീഡ് എന്ന് അദ്ദേഹം പറഞ്ഞു. ബ്രദറെ, ഇവിടെ വന്ന് ഇത് അസോസിയേഷനിൽ അവതരിപ്പിച്ചപ്പോൾ ഞാൻ അവതരിപ്പിച്ചപ്പം ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ കുറെ ആളുകളെ, പിണിയാളുകളെ കൊണ്ട് ബഹളം വെപ്പിച്ച് അത് തള്ളിക്കളഞ്ഞു. ഇതിൽ കൂടുതൽ ഇൻസൾട്ട് പരിശുദ്ധ ബാവായിക്ക് ഉണ്ടാകാനുണ്ടോ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്, ബാവാമാരുടെ കൽപ്പനകളോ മെത്രാപ്പൊലീത്തയുടെ കൽപ്പന ഒരിക്കലും പൊതുയോഗത്തിലോ അസോസിയേഷനിലോ ചർച്ച ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ സാക്കാ പ്രഥമൻ ബാവയുടെ കാലത്ത് നടന്ന അദ്ദേഹത്തിന്റെ അത് MOU തള്ളിക്കളഞ്ഞു. എന്നിട്ട് അസോസിയേഷൻ ആണ് വലുത് MOU തള്ളിക്കളഞ്ഞു. ഇന്നലെ ഇതേപ്പറ്റി ഇന്നലത്തെ സെഷനിൽ പറഞ്ഞായിരുന്നു, ഇങ്ങനെ മുട്ടുകുത്തി ഒപ്പിട്ടു. അപ്പൊ ഒപ്പിട്ടിട്ട് എഴുന്നേറ്റപ്പം സക്കാബാവ പറഞ്ഞു, എന്റെ മുമ്പിൽ ഒപ്പിട്ടിട്ട് കാര്യമില്ല, നിങ്ങളുടെ അസോസിയേഷനിൽ നിങ്ങൾ പാസ്സാക്കിയെങ്കിലേ കാര്യമുള്ളൂ, നിങ്ങളുടെ അസോസിയേഷൻ അത്ര പവർ ഉണ്ട്, അതുകൊണ്ട് ഇത് നിങ്ങൾ പോയി നിങ്ങളുടെ അസോസിയേഷനിൽ പാസ്സാക്കണം എന്ന് സക്കാബാവ പറഞ്ഞെന്നാ പറഞ്ഞു. അങ്ങനെ ഞാൻ പറയില്ല, അതങ്ങനെ പല ഇന്റർപ്രിട്ടേഷൻസും അവിടെ നടക്കും, പല ഇന്റർപ്രിട്ടേഷൻസും അവർ പറയും, അവര് അങ്ങനെയുള്ള പല കാര്യങ്ങളും പറയും. അങ്ങനെയല്ല സംഭവിച്ചത്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങള് രണ്ടാമത് ഈ 2 തിരുമേനിമാർ, അതായത് ഈവാനോ സിരിമേനിയും അതുപോലെ തന്നെ സിൽവാനോ സിരിമേനിയും പട്ടമേൽക്കുന്ന സമയത്ത് സേവേറിയോ സിരിമേനി ബാവായോട് പറഞ്ഞു, ഞങ്ങൾക്ക് കൂടി ആലോചിക്കാൻ ഒരു ഫോറം വേണം, അതിന് ഞങ്ങൾക്ക് ഒരു മെട്രോപൊളിറ്റൻ കൗൺസിൽ വേണമെന്ന്. സാക്കാബാവ ഗ്രിഗോറിയോ സിരിമേനിയോട് ചോദിക്കുന്നത്, ഗ്രിഗോറിയോ സിരിമേനി എത്ര വാട്ട് യു സേ, നീ എന്ത് പറയുന്നു ചോദിച്ചു. വെൽ ആൻഡ് ഗുഡ്, അദ്ദേഹം പറഞ്ഞു. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് മെട്രോപൊളിറ്റൻ കൗൺസിൽ സാക്കാബാവ. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ഒരു കമ്മിറ്റി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും വരാവുന്ന മെജോറിറ്റി ഡിസിഷൻ, സെക്രട്ടറി വേണം, ട്രസ്റ്റി ഇതൊക്കെ വേണ്ട. അതിവിടെ കൊണ്ടുവന്ന് മെട്രോപൊളിറ്റൻ കൗൺസിൽ കൂടി. അന്ന് ഇക്വേഷൻ ഇതല്ലായിരുന്നു. അന്ന് 3 വർഷം അതും ആ മെട്രോപൊളിറ്റൻ കൗൺസിലും കൂടിയാലോചനകൾ നടത്തിയ കാര്യങ്ങൾ. അന്ന് ഇക്വേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഗ്രിഗോറിയോ സിരിമേനി ഒറ്റയ്ക്കും മറ്റൊരു 3 പേരും ഒരു ഭാഗത്തുമായിരുന്നു. അപ്പം മറ്റൊരു 3 പേരും ഒരു ഭാഗത്തായിരുന്നു. അങ്ങനെ അത് കൂടി. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെടുമ്പോൾ ഇദ്ദേഹത്തിന് മെട്രോപൊളിറ്റൻ കൗൺസിൽ വേണ്ട. അപ്പൊ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്ന ഒരു സംവിധാനം ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? ഓരോന്ന് ചോദിച്ചു വാങ്ങിക്കുക, എന്നിട്ട് അത് തനിക്ക് സ്വീകാര്യമല്ല, തനിക്ക് അത് സ്വീകാര്യമല്ലാതെ വരുമ്പം അതിനെ തള്ളിക്കളയുക. ഇപ്പം മെട്രോപൊളിറ്റൻ കൗൺസിൽ നിലവിലില്ലേ? ഇല്ല, ഇപ്പൊ ഒന്നുമില്ലല്ലോ നിലവിൽ.
ഇപ്പം മെത്രാപ്പോലിത്തൻ കൗൺസിലും ഇല്ല, ഭരണഘടനാ ഭേദഗതി ഇല്ല, ഒന്നുമില്ല. വാളെടുക്കുന്നവരൊക്കെ വെളിച്ചപ്പാടായിട്ട് ഇപ്പൊ സഭയിൽ ഓരോ കാര്യങ്ങൾ നടക്കുക.